ഓഹരി വിപണി തുടർച്ചയായി ഇടിയുന്നതിന് പൊതുവെ കാരണങ്ങൾ 7. റഷ്യൻ അസംസ്കൃത എണ്ണ വിതരണത്തിനുള്ള അമേരിക്കൻ ഉപരോധം, അധികാരമേൽക്കാൻ പോകുന്ന ട്രംപിന്റെ വ്യാപാര നയം എന്താവുമെന്ന അനിശ്ചിതത്വം, രൂപയുടെ തകർച്ച സർവകാല റെക്കോർഡിൽ, വിദേശ നിക്ഷേപകരുടെ കൂട്ടവിൽപ്പന, ബജറ്റ് വരാൻ പോകുന്നതിന്റെ ജാഗ്രത, കമ്പനികളുടെ വരുമാന മുരടിപ്പ്, വളർച്ചാ മാന്ദ്യ ആശങ്കകൾ. തകർച്ചയിൽ രൂപ പുതിയ റെക്കോർഡിട്ടു. 86 രൂപ 50 പൈസ കൊടുക്കണം $1 കിട്ടാൻ. ദിർഹം 26 രൂപ വരെ എത്താം. പ്രവാസികൾക്ക് സന്തോഷം. സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 7340 രൂപയിൽ. പവന് 58,720 രൂപ. കേരളം കടപ്പത്രം വഴി നാളെ 2500 കോടി രൂപ കടമെടുക്കും. ഇതോടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം നടപ്പുവർഷം എടുത്ത മൊത്തം വായ്പ 35,212 കോടി. കേരളത്തിന്റെ പ്രതിമാസ വരുമാനം 12,000 കോടി, ചെലവ് 15,000 കോടി. സ്വകാര്യ ടെലികോം കമ്പനികൾ ജൂലൈയിൽ നിരക്ക് കൂട്ടിയതിനോടുള്ള അമർഷം കെട്ടടങ്ങിയെന്ന് നിരീക്ഷണം. മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യാനുള്ള അപേക്ഷകർ കുറഞ്ഞതായി ടെലികോം നിയന്ത്രണ അതോറിറ്റി. ഉപയോക്താക്കളുടെ എണ്ണം കൂടിയേക്കുമെന്നും റിപ്പോർട്ട്. ആഴ്ചയിൽ 90 മണിക്കൂർ ജോലിയല്ല, കാര്യക്ഷമതയും പ്രവൃത്തി ഗുണമേന്മയുമാണ് പ്രധാനമെന്ന് ശശി തരൂർ MP. കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.